ഒരു പ്രമുഖ സിനിമാ താരം സ്വർണ്ണക്കടത്തിന് അറസ്റ്റിലാകുക. രണ്യ റാവു, അതും അവർ കർണാടക പോലീസ് DGPയുടെ സ്റ്റെപ്പ് ഡോട്ടറാണ്. അവരുടെ മുഖത്ത് ചതവുകൾ, അവരിൽ നിന്ന് ഗോൾഡ് ബാർ 17 ഗോൾഡ് ബാറുകൾ കണ്ടെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൗതുകം ഉയർത്തുന്നതാണ്. അവരുടെ സ്റ്റേറ്റ്മെന്റ് ടു മീഡിയ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. അവർ മിഡിൽ ഈസ്റ്റിലേക്ക്, ദുബായിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക്, സൗദി അറേബ്യയിലേക്ക് ഒക്കെ യാത്ര ചെയ്തു. ആ യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നതാണെന്ന് പറയും. 27 ട്രിപ്പുകളാണ് ദുബായിലേക്ക് അവർ നടത്തിയത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് ഈ കാര്യം റിവീൽ ചെയ്തിരിക്കുന്നത്. അവരുടെ ഫാമിലി ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ അച്ഛൻ KH ഹെഗ്ഡേഷ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആണ്. ഹസ്ബൻഡ് ജതിൻ ഹുക്കേരി ആണ്. ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. രണ്യ റാവു അന്വേഷണത്തോട് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാമചന്ദ്ര റാവു, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, അവരുടെ സ്റ്റെപ്പ് ഫാദർ കൂടിയാണ്. ഇവരെ 3 ദിവസം കസ്റ്റഡിയിലും കൊടുത്തിട്ടുണ്ട്. 33 വയസ്സ് മാത്രമുള്ള ഈ ആക്ടർ ഇത്രയും വലിയൊരു സ്വർണ്ണക്കടത്ത് നടത്തിയതിന് വലിയ മാനങ്ങൾ പലപ്പോഴും ഉണ്ട്. ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ഇതിന്റെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ബംഗളൂരുവിലെ കെമ്പെ ഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് 14.5, ഏകദേശം 15 കിലോഗ്രാം ഓഫ് ഗോൾഡ് അവരുടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇത് സ്മഗിൾ ചെയ്തതാണെന്ന് പറയുന്നു. 4 മുതൽ 5 ലക്ഷമാണ് 1 കിലോഗ്രാം ഗോൾഡ് സ്മഗിൾ ചെയ്യുന്നതിന് ഇവർ ചോദിച്ചിരുന്നത് തുടങ്ങിയ വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവരുടെ സ്റ്റെപ്പ് ഫാദർ രാമചന്ദ്ര റാവു ഇത്തരം കാര്യങ്ങളിലൊന്നും തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനോട് ഡ്രഗ്സ് സംബന്ധിച്ച് ചില വാർത്തകൾ വരുന്നു. ഇതെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ നാട്ടിലെ അഭിനേത്രിമാരെ കുറിച്ചൊക്കെ ഉയർത്തുന്നു. നമ്മുടെ നാട്ടിലും ചില സംഗീതജ്ഞന്മാരും അല്ലെങ്കിൽ സിനിമാ താരങ്ങളും ഒക്കെ ഇതേപോലെ സ്വർണ്ണ കടത്തിൽ പങ്കുണ്ട് തുടങ്ങിയ വാർത്തകളും വിവാദങ്ങളും ഒക്കെ വന്നിരുന്നു. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പം തെറ്റായിരിക്കാം. പക്ഷേ വളരെ കൗതുകമുണർത്തുന്ന വാർത്തകളാണ് ഇത്തരം കാര്യങ്ങളിൽ വരുന്നത്. ഒരു രാജ്യത്തിന് അതിൻ്റെതായ എന്തായി സ്വർണ്ണക്കടത്തിന്റെ പ്രശ്നം നോക്കൂ. ഓരോ രാജ്യത്തിന്റെയും ഒരു സാമ്പത്തിക സിസ്റ്റം ഉണ്ട്. ആ എക്കണോമിക് സിസ്റ്റത്തെ അട്ടിമറിക്കുന്നതാണ് ഇതേപോലുള്ള വാർത്തകൾ, അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ. ഒരു കാരണവശാലും ഇതിലേക്കൊന്നും ഇത്തരം ആൾക്കാർ ഇടപെടരുത്. ഗോൾഡ് സ്മഗ്ലിംഗ് കേരളത്തിലും പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ഗോൾഡ് സ്മഗ്ലിംഗ്. അപ്പൊ ഈ ഗോൾഡ് സ്മഗ്ലിംഗ്, അതായത് നമ്മുടെ നാട്ടിൽ ഗോൾഡിന് നമ്മുടെ ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതലാണ്. വിദേശ രാജ്യത്തു നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ അതിന്റെ ലാഭം കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ സിമ്പിൾ ലോജിക്. യഥാർത്ഥത്തിൽ അത്തരം സ്വർണ്ണക്കടത്തിലൊന്നും അല്ല. ഇവരെ പോലുള്ള അഭിനേത്രിമാരും നടിമാരും ഇതിലേക്കൊന്നും പോകരുത്. നമ്മുടെ കേരള സംസ്ഥാനത്ത് നമ്മുടെ ജലീൽ സാർ അടക്കം ചില ആൾക്കാർ സ്വർണ്ണക്കടത്തിന്റെ കാര്യമൊക്കെ വിവാദപരമായി സൂചിപ്പിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ഒന്നും ഈ കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിൽ നമ്മുടെ കുട്ടികളെ എല്ലാ തരത്തിലുള്ള ഇത്തരം നിയമവിധേയമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറ്റാനും ആ രീതിയിൽ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇതേപോലുള്ള സിനിമാ താരങ്ങൾ, സെലിബ്രിറ്റികൾ അതൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് വളരെ വേദനാജനകവും വിഷമകരവുമാണ്. ദേശീയ മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത കവർ ചെയ്യുന്നത് കൗതുകത്തോടെയാണ് ഞാൻ കണ്ടത്. അതും പ്രമുഖ അഭിനേത്രി, DGPയുടെ മകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിലെ വിപത്താണ്. ഇത് ബേസിക്കലി ആർത്തിയാണ്, ഗ്രീഡാണ്, അമിതമായി കാശുണ്ടാക്കാനുള്ള ത്വരയാണ്. അങ്ങനെ ഗ്രീഡ് ഒരു കാരണവശാലും നല്ലതല്ല, അത് തെറ്റാണ്. രണ്യ റാവു അടക്കമുള്ള, ഇപ്പം നമ്മുടെ നാട്ടിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്വർണ്ണക്കടത്തുള്ള അടക്കമുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യരുത്. നമുക്ക് കാശുണ്ടാക്കാൻ ഒരുപാട് നല്ല വഴികളുണ്ട്. നമ്മുടെ എനർജി, നമ്മുടെ സമയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഊർജ്ജം എല്ലാം പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്കാകട്ടെ. സ്വർണ്ണക്കടത്തിലൂടെ അല്ല കാശുണ്ടാക്കേണ്ടത്.